അപ്പോൾ കാതുകൂർപ്പിച്ചിരിക്കുന്ന തൻ്റെ സ്വഹാബത്തിനോട് പറയണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു അടിമയോട് അള്ളാഹു 2 ഓപ്ഷൻ മുമ്പിൽ വെച്ച് കൊടുത്തു. ഒന്നാമത്തെ ഓപ്ഷൻ നിനക്ക് ദുനിയാവ് വേണോ, രണ്ടാമത്തെ ഓപ്ഷൻ നിനക്ക് ആഖിറം വേണോ. അപ്പോൾ ആ അടിമ എന്ത് തിരഞ്ഞെടുത്തു? ആഖിറം തിരഞ്ഞെടുത്തു. ഇതാണ് അതിൻ്റെ കാതൽ. ഇത് കേട്ട മാത്രയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം കരഞ്ഞു. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന, ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയണത്, എന്തിനപ്പോൾ ഈ അബൂബക്കർ കരയുന്നു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുന്നത്? റബീഉൽ അവൽ മാസത്തിലേക്കാണല്ലോ പ്രവേശിച്ചത്. അപ്പോൾ അതിൽ വളരെ ഹൃദയസ്പർക്കായി തോന്നിയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതായത് ചില ഗ്രന്ഥങ്ങളിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിങ്കളാഴ്ച ളുഹ സമയം വരെയുള്ള വഫാത്ത് ക്രോഡീകരിക്കപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഹൃദ്യമാകും നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് കൊണ്ട് അതൊന്ന് ഷെയർ ചെയ്യണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ റബീഉൽ അവൽ മാസം എന്ന് പറയുമ്പോൾ സ്വഹാബത്തിന് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വന്നിരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തായിരുന്നു. നമ്മൾ അവിടെ നിന്ന് നമ്മൾ തെറ്റിദ്ധരുത്താൻ തുടങ്ങണം. അതായത് റബീഉൽ അവൽ മാസം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് അവരുടെ മനസ്സിലേക്ക് ഓടി വന്നിരുന്നത് തങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ, അല്ലെ, ആ ഒരു ഹദീസിൽ തന്നെ കാണാൻ കഴിയുമെന്ത്, ഏതൊരു മുസീബത്ത് നിങ്ങളെ ബാധിച്ചാലും എൻ്റെ വഫാത്തിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ ആ ഒരു മുസീബത്ത് ചെറുതായി തോന്നും എന്നുള്ളതാണ് വിശ്വാസിക്ക് നൽകുന്ന പാഠം, പ്രവാചകൻ്റെ വഫാത്ത്. അപ്പോൾ റബീഉൽ അവൽ മാസം എന്ന് പറയുന്നത് സഹാബത്ത് ഓർത്തിരുന്നത് നഷ്ടത്തിൻ്റെ ഒരു മാസമായിട്ടാണ് അവർ കരുതിയിരുന്നത്. അപ്പോൾ ഈ റബീഉൽ അവൽ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങൾ, അതൊക്കെ ഓരോ ദിവസവും തലനാരിഴ കീറി ചർച്ച നടത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഫർ മാസം 29 അന്ന് ബഖീഇലൊരു ജനാസ മറമാടി വരുമ്പോഴാണ് ഈ വഫാത്തിനോടടുത്ത രോഗം കലശലാകുന്നത്, രോഗം ആരംഭിക്കുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിശക്തമായ തലവേദന ആരംഭിക്കുകയാണ്. അങ്ങനെ അതുമായിട്ടാണ് ആയിഷ ഉമ്മയുടെ അടുക്കലേക്ക് വരുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവ് പോലെ ഉമ്മയോടത് ഷെയർ ചെയ്തു: ആയിഷ, എനിക്ക് നന്നായിട്ട് തലവേദനിക്കുന്നുണ്ട്. അപ്പോൾ ആയിഷ ഉമ്മയും പറഞ്ഞു, എന്ത്, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാനും ആ ഒരു അവസ്ഥയിലാണല്ലോ, എനിക്കും തലവേദനിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഒരു പാഠം പകർന്നു കൊടുക്കുകയാണ്. ഇതിലൊക്കെയും നമുക്ക് ഈ ഒരു അനുഭവത്തിൽ കൊള്ളിക്കാൻ പറ്റാത്ത അത്ര അതിലുള്ള ഗുണപാഠങ്ങൾ അതിലുണ്ട്, ഉപദേശങ്ങൾ അതിലുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആയിഷ, നിങ്ങളിൽ ഒരാൾ അനുഭവിക്കുന്ന 2 ആളുടെ വേദന ഞാൻ ഈ ഒരു തലവേദനയിലൂടെ അനുഭവിക്കുന്നുണ്ടെന്ന്. അപ്പോൾ മഹദി ഉടനെ പറയണത്, അള്ളാഹുവിൻ്റെ റസൂലേ, അപ്പോൾ താങ്കൾക്ക് 2 കൂലി ഉണ്ടാവുമല്ലോ. അവർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്, അവർ ആഖിറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ വേദന അനുഭവിക്കുന്നെങ്കിൽ അതിൽ 2 ആളുടെ വേദന, അതിൻ്റെ പ്രതിഫലം താങ്കൾക്ക് ലഭിക്കുമല്ലോ എന്നാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു രോഗാവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന സമയത്ത് പ്രവാചകൻ ഭാര്യമാരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട്, നാളെ ഞാൻ എവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കിയിട്ടെന്നോണം ഭാര്യമാർ ഒന്നിച്ചെടുത്തൊരു തീരുമാനമാണ്. ഏത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ ആയിഷ ഉമ്മയുടെ വീടാണ്, ആയിഷയുടെ കൂടെ കഴിയാനാണ്. അപ്പോൾ ഭാര്യമാർ ഒന്നിച്ച് തീരുമാനം പറയണം, അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങളുടെ ദിവസങ്ങളൊക്കെയും ഞങ്ങൾ ആയിഷക്ക് കൊടുക്കണം, ഇനി ഞങ്ങളുടെ അടുക്കലേക്ക് താങ്കൾ വരേണ്ടതില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുമതി കൊടുക്കണം. ഒരു നീതിയുടെ ഒരു ഭാഗം നമ്മളതിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു ചെയ്യുന്നു? ഫദ്ലു ബിൻ അബ്ബാസ്, അതേപോലെ തന്നെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, ഇവിടെ 2 പേരുടെയും തോളിൽ കൈയിട്ടുകൊണ്ട്, തല പ്രവാചകൻ ശക്തമായിട്ട് കെട്ടിയിട്ടുണ്ട്, നിവർന്നു നിൽക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഇവരുടെ 2 പേരുടെയും തോളിൽ കൈയിട്ടുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അത് ഹദീസിൽ കാണാം, ആ കാലുകൾ ഇങ്ങനെ മണൽപ്പരപ്പിലൂടെ വലിച്ചഴിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ഉമ്മയുടെ ഹുജറയിലേക്ക് വരുന്നത്. അങ്ങനെ ഹുജറയിലെത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിൻ്റെ മുമ്പുള്ള ബുധനാഴ്ച, തിങ്കളാഴ്ച ദിവസമാണ് വഫാത്താകുന്നത്, മുമ്പുള്ള ബുധനാഴ്ച
ബുധനാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കലശലായ രോഗം കൂടുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, നിങ്ങൾ എൻ്റെ തലയിലൂടെ വെള്ളം ഒഴിക്കുക, ഒന്ന് ഉഷാറാകണം എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ തലയിലൂടെ വെള്ളം ഒഴിച്ച സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്ന് ഉഷാറ് തോന്നിയപ്പോൾ പ്രവാചകൻ പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിലേക്ക് ചെന്ന് സ്വഹാബികളുമായിട്ട് നമസ്കരിച്ചിട്ട് അവിടെ മിമ്പറിലിരുന്നു. എന്നിട്ട് പ്രവാചകന് ഉപദേശം കൊടുക്കണം. പിന്നീടാണ് എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായത്. എന്താ അർത്ഥം? ഇതിൽ അടിമ എന്ന് പറയുന്നത് ആരാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ 2 ഓപ്ഷൻ വെക്കുകയാണ്. അവിടെ തന്നെ നിൽക്കണോ, അതല്ല അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങണോ? അപ്പോൾ ആ അടിമ എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുത്തു. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ക്ലിക്കായത് ആർക്കാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞങ്ങളുടെ കൂടെ ഇനി അധിക കാലം ആരില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം കരഞ്ഞു. അതുമാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത്, ഒരുപാട് ആളുകളുടെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ അബൂബക്കറിൻ്റെ സമ്പത്തിനോളം എനിക്ക് ഉപകാരപ്പെട്ട മറ്റൊരു സമ്പത്തുണ്ടായി. അവർ തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധത്തെ വിളിച്ചോതുന്ന ഒരു വാക്കാണത്. ഒരുപാട് ആളുകളുടെ സമ്പത്ത് ഉപകാരപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അബൂബക്കറിൻ്റെ മുതലിനോളം ഉപകാരപ്പെട്ട മറ്റൊരു സമ്പത്ത് എനിക്കില്ല എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറയണം. എന്നിട്ട് അന്ന് കൊടുക്കുന്ന ഒരു വിലപ്പെട്ട ഉപദേശങ്ങളുണ്ട്. സഹാബികളെ, ആരോടായി പറയുന്നത്? ദാരിദ്ര്യത്തിൽ അഹ്ലുസുഫ എന്ന് പോലും വിളിക്കപ്പെടുമാറ് അങ്ങേയറ്റം ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൂടിയ ആളുകളോട് പറയണം, നിങ്ങളുടെ മുന്നിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് നിങ്ങൾ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൂടുന്നതല്ല, പിന്നെയോ നിങ്ങളുടെ മുന്നിൽ ദുനിയാവ് വിശാലമാകുന്നതിനെയാണ് സഹാബികളെ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിൽ സമ്പന്നത എന്നുള്ളത് ആസ്വദിക്കുന്ന, അല്ലെങ്കിൽ അത് ഉള്ള ആളുകൾ വളരെ തുലവും വിരളമാണ്. എന്നിട്ട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് കൊടുക്കണം, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്ന കാര്യം എന്താണ്? ദുനിയാവ് നിങ്ങളുടെ മേൽ വിശാലമാകുന്നതിനെ നമ്മൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഭയപ്പെടുന്നത് ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് എന്നുള്ള ഒരു താക്കീത് അന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസപരമായിട്ടുള്ള ഒരു ഗൗരവമായൊരു ഓർമ്മപ്പെടുത്തൽ. ഇന്നൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു മുസ്ലിം ഉമ്മത്തിൽ ഇങ്ങനെ ഒരു സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയാൽ ആ ഒരു ഉപദേശത്തിൻ്റെ ഒരു ആഴം എത്ര കണ്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂത ക്രിസ്ത്യാനികളെ അള്ളാഹു ശപിക്കട്ടെ. എന്നിട്ട് പറയണ, ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവർ അവരുടെ നബിമാരുടെ ഖബറിടങ്ങളെ മസ്ജിദുകളാക്കി തീർത്തു എന്നുള്ളത്. എന്തിനാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത്? പള്ളിയിൽ പോകുന്നത് മുസാഫ് നമ്മൾ ഖിറാഅത്ത് നടത്താൻ, അതേപോലെ തന്നെ നിസ്കരിക്കാൻ, അതേപോലെ തന്നെ ദിക്ർ ചൊല്ലാൻ, ഇഅ്തികാഫിരിക്കാൻ. ഇതൊക്കെയും ഒരു ഖബറിൻ്റെ അടുക്കൽ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ജൂത ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതുവഴി അള്ളാഹു എന്ത് ചെയ്തു? അവരെ ശപിച്ചു, ശാപത്തിന് വിധേയമാക്കി. അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു താക്കീത് നൽകുക. ആ ഒരു ദിവസം അവസാനിച്ച് പിറ്റേന്ന്, അതായത് വ്യാഴാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി, അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സഹാബത്ത് കാത്തു നിൽക്കണം ഓരോ വക്താകുമ്പോഴും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ അത് റെഡി ആയിട്ട് വരുമ്പോൾ പ്രവാചകന് അവശത കാരണം എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, ബോധം മറഞ്ഞു പോകും. അപ്പോഴൊക്കെയും എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം വരുമ്പോഴൊക്കെ ചോദിക്കുന്നത്, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ എന്നുള്ളതാണ്. അങ്ങനെ ഇത് പല തവണ ആവർത്തിച്ചു. പ്രവാചകന് മനസ്സിലായി ഇനി തനിക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല, അവരോടൊപ്പം ഇമാമത്തിന് കഴിയില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. വഫാത്തിൻ്റെ മുമ്പുള്ള ശനിയാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരു ദുഹറിൻ്റെ സമയത്ത് അല്പം ഒരു ആശ്വാസം കിട്ടിയപ്പോൾ പ്രവാചകൻ സ്വഹാബത്തിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് അവിടെ അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തുകളെ കൂട്ടി നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇടതുവശത്തായിട്ട് അവിടെ പോയിരുന്നു. പ്രവാചകനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് മൗമൂമാക്കി. അങ്ങനെ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ബാക്കിയുള്ള സ്വഹാബികളും അങ്ങനെ ഒരു നമസ്കാരം അവിടെ നിന്നൊക്കെ ഒരുപാട് ഫിഖ്ഹി മസ്അലകൾ അതിലൊക്കെ ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശനിയാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ചെന്നിട്ട് പ്രവാചകൻ അവരോട് ഒപ്പം നിസ്കരിക്കുകയാണ്. മരണത്തിൻ്റെ തലേ ദിവസം ഞായറാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരണത്തിനുള്ള ഒരു മുന്നൊരുക്കം, അതായത് തൻ്റെ കീഴിലുള്ള അടിമകളെ മോചിപ്പിച്ചു, വാള് ദാനം ചെയ്തു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കവിടെ വിശദമായിട്ട് പറയേണ്ടതാണ്, ചുരുക്കി പറയണം. അങ്ങനത്തെ ഒരു മുന്നൊരുക്കം നടത്തുക. പിന്നീട് മരണത്തിൻ്റെ ദിവസം തിങ്കളാഴ്ച, ആ ഒരു തിങ്കളാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കൂടെ തൻ്റെ സ്വഹാബികൾ നിന്ന് നമസ്കരിക്കുന്നത് വിരി മാറ്റി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ സഹാബത്തിന് തോന്നുകയാണ് ഇത് പ്രവാചകൻ്റെ അസുഖമൊക്കെ മാറി തങ്ങളിലേക്ക് വരുമാറ്, അതായത് അവരത്രയും സന്തോഷിച്ചു എന്നാണ്. പക്ഷേ അവരോട് നമസ്കാരം തുടരാൻ വേണ്ടി ആംഗ്യം കാണിക്കുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ഉമ്മയുടെ മടിയിലേക്ക്, ഞാനതിങ്ങനെ ചുരുക്കി പറയണം, ഏകദേശം ഒരു ദുഹയുടെ അടുത്ത സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിശ്രമിക്കുന്നു. ആയിഷ ഉമ്മയുടെ മടിയിൽ കിടക്കുന്നു. ആയിഷ ഉമ്മ വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതായത് അവസാന സമയത്ത് എൻ്റെയും പ്രവാചകൻ്റെയും ഉമിനീര് ചേർന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ എന്താ ചേർന്നത്? ആയിഷ ഉമ്മയുടെ സഹോദരൻ അവിടേക്ക് കടന്നു വരും. അപ്പോൾ കയ്യിൽ മിസ്വാക്കുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് നോക്കിയപ്പോൾ ആയിഷ ഉമ്മ ചോദിച്ചു, അങ്ങേക്ക് മിസ്വാക്ക് ചെയ്യണോ? അപ്പോൾ സഹോദരൻ്റെ കയ്യിൽ നിന്ന് ആ മിസ്വാക്ക് വാങ്ങി അതിൻ്റെ അഗ്രഭാഗം കടിച്ച് മാർദ്ദവപ്പെടുത്തിയിട്ട് പ്രവാചകൻ മിസ്വാക്ക് ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ മഹദി അത് പിന്നീട് ഒരു മഹത്വമായിട്ട് പറയണം. അവസാന നിമിഷത്തിൽ എൻ്റെയും പ്രവാചകൻ്റെയും ഉമിനീര് ചേർന്നിട്ടുണ്ട്. അങ്ങനെ മഹദിയുടെ മടിയിൽ കിടന്നുകൊണ്ടാണ് ആ ഒരു മാറത്തോട് ചേർന്നുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹയോടടുത്ത സമയത്ത് എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തുനിന്ന് വഫാത്താകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഓർമ്മപ്പെടുത്താം, ഈ ഒരു അനുഭവം വളരെ വിശദമായിട്ട് പറയേണ്ടതാണ്. ചുരുക്കി പറഞ്ഞതിൻ്റെ പിന്നിലുള്ളൊരു സംഗതി, അതായത് മദീന മൊത്തം കരഞ്ഞു, സ്വഹാബത്ത് മൊത്തം കരഞ്ഞു. മദീനയിൽ പിന്നീട് നിൽക്കാൻ കൂട്ടാക്കാത്ത സഹാബികൾ വരെയുണ്ടായി. ഒരു റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ സ്വഹാബത്തിൻ്റെ ആ ഒരു ചരിത്രം നമ്മൾ അയവിറക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ ഈ വഴി തടഞ്ഞും അതേപോലെ തന്നെ ആഘോഷിച്ചും അതേപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണമൊക്കെ ചെയ്ത് അതിൻ്റെ നേർവിപരീതം കാണുമ്പോൾ ഒരു വിശ്വാസി കരയേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ ഒരു ചരിത്ര പാഠങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ ഒരുപാട് സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് റബീഉൽ അവ്വൽ മാസം നൽകുന്നുണ്ട്.